കഥ തുടങ്ങുന്നത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന നമ്മുടെ കഥാനായകൻ ഹാനിനെ കാണിച്ചുകൊണ്ടാണ്. ഹാൻ ഒരു കഫേയിൽ ജോലി ചെയ്യുന്നു. അവന്റെ ഒപ്പം തന്നെ ആ കഫേയിൽ അവന്റെ സുഹൃത്തായ ജിന്നും ജോലി ചെയ്യുന്നുണ്ട്. കഫേ ഓണർ വളരെ ഫ്രണ്ട്ലി ആണ്. അന്ന് ഈവനിങ് ആ കഫേയിലേക്ക് സന്യോങ് എന്ന ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവൾക്ക് ആ കഫേയിൽ വന്ന പടെ അവിടെ നിൽക്കുന്ന ഹാനിന് വളരെയധികം ഇഷ്ടാവുന്നുണ്ട്. എന്തായാലും അന്ന് അവൾ ഈവനിങ് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത ശേഷം തിരിച്ചു പോയി. അടുത്ത ദിവസം ക്ലാസ്സിൽ അവളുടെ ഫ്രണ്ടായ മാക്സിനോട് ഇതുപോലെ ഡെയിലി മോർണിംഗ് ഒരു കഫേ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ അവനാകട്ടെ അവിടെയുള്ള സ്റ്റാഫിനെ പറ്റി അവൾ ഇങ്ങനെ കാര്യം പറയുന്നൊന്നും ഇഷ്ടപ്പെടാതെ കേൾക്കാണ്. ഞാൻ നാളെ തൊട്ട് പാർട്ട് ടൈം ജോലിക്ക് പോവാണെന്നും പറഞ്ഞ് അവൻ പോകുമ്പോൾ അതെന്താ പെട്ടെന്നൊരു പാർട്ട് ടൈം ജോലിന്ന് അവൾ ചോദിക്കുമ്പോൾ പോണോന്ന് തോന്നി പോകുന്നു, അത്രേ ഉള്ളൂന്നും പറഞ്ഞ് മാക്സ് അങ്ങ് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആകട്ടെ കഫേയിലേക്ക് ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന ഹാൻ റോഡിലൊക്കെ ഇങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ സംസാരിച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ അവന്റെ ലൈഫിൽ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഭയങ്കര സങ്കടത്തോടു കൂടി ആലോചിക്കുകയാണ്. ഹാനും ഹാന്റെ ഒപ്പം ഇപ്പൊ ജോലി ചെയ്യുന്ന ജിന്നും മറ്റൊരു പയ്യനും സ്കൂൾ കാലഘട്ടത്തിൽ ഒന്നിച്ച് പഠിച്ചവരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സങ്കടം ഇന്ന് ഹാനിന്റെ മനസ്സിലുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ അവൻ കഫേയിൽ എത്തുമ്പോൾ അവിടെ പാർട്ട് ടൈം ജോലിക്ക് എത്തിയ പുതിയ പയ്യനെ ഓണർ പരിചയപ്പെടുത്തുന്നു. ആ പയ്യൻ മറ്റാരും അല്ല, മാക്സ് ആണ്. അവന്റെ പേര് കേട്ടപാടെ ആ പേര് ഹാനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹാൻ മാക്സിനോട് ഒരുപാടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ മാറിപ്പോകുന്നു. ഇത് കണ്ട പയ്യൻ എന്ത് പറ്റിയെന്ന് അടുത്തുണ്ടായിരുന്ന ജിന്നിനോട് ചോദിക്കുമ്പോൾ അത് കാര്യമാക്കണ്ട, അവൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണെന്ന് പറഞ്ഞു ജിൻ മാക്സിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മാറിപ്പോയ ഹാന്റെ അടുത്തേക്ക് ജിൻ സംസാരിക്കാനായി ചെല്ലുമ്പോഴേക്കും അവിടെ മാക്സും വരുന്നുണ്ട്. ഇതേ സമയം തന്നെ അങ്ങോട്ടേക്ക് സണ്യോങ് വരുന്നു. അവൾ വന്നതിന്റെ ലക്ഷ്യം മാക്സിനെ കാണുക എന്നതൊന്നും അല്ല, ഹാനിനെ കാണുക എന്നതാണ്. മാക്സ് ഇവിടെയാണ് പാർട്ട് ടൈം ജോലിക്ക് ചേർന്നതെന്ന് പോലും അവൾക്ക് അറിയുണ്ടായിരുന്നില്ല. ഇവിടെ വെച്ച് അവനെ കാണുമ്പോഴാണ് നീ എന്ത് ഇവിടെ എന്ന് ചോദിച്ച് അവൾ ആകെ ഷോക്കാവുന്നത്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അല്ല എന്താ വേണ്ടത്, വല്ല ഓർഡർ ഉണ്ടെങ്കിൽ പ്ലേസ് ചെയ്തിട്ട് രണ്ടുപേരും സംസാരിക്കാനായി. അത് കണ്ട് ഹാൻ പറയുമ്പോൾ അങ്ങോട്ടേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്. അവന്റെ പേര് മാക്സ് എന്നാണ്, ഫുൾ നെയിം ലൂ മാക്സ് എന്നാണ്. ലൂ മാക്സും ഹാനും ജിന്നുമായിരുന്നു സ്കൂളിൽ പഠിച്ചപ്പോൾ ഉറ്റ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മാക്സ് എന്ന് വളരെ സ്നേഹത്തോടെ ഹാൻ വിളിച്ചിരുന്ന ഈ ലൂ മാക്സ് ഹാനെ ശത്രുവായി കാണുകയും അവനെ സപ്പോർട്ട് ചെയ്യുന്ന ജിന്നിനെ ശത്രുവായി കാണാനും ഒക്കെ തുടങ്ങിയിരുന്നു. അവൻ മറ്റു കുട്ടികളെ ഉപയോഗിച്ച് ഹാനെ ബുള്ളി ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു ട്രോമ ഇന്നും ഹാനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാക്സ് എന്ന പേര് കേട്ടപ്പോൾ ഹാൻ ഡിസ്റ്റർബ്ഡ് ആയതും അന്ന് നടന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്ത് ഇന്നും ഹാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നതും. ലൂ മാക്സ് ആകട്ടെ ഇവിടെ വെച്ച് ഹാനിനോട് മോശമായി പെരുമാറാൻ നോക്കുന്നുണ്ട്. അതിലിടപെട്ട് ജിന്നാണ് അവനെ പറഞ്ഞു വിടുന്നത്. ഇതൊക്കെ കണ്ടു നിന്ന സന്യോങ്ങിന് എന്താണ് കാര്യം എന്ന് അറിയില്ല. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഈ ഒരു കോൺവെർസേഷന് ശേഷം ഹാൻ അപ്സെറ്റ് ആയി മാറിയിരിക്കുന്നത് കണ്ട് മനസ്സിലാവുന്നുണ്ട്. അവൾക്കായിട്ട് ഹാനിനോട് ഒരു ക്രഷ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഫേയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനോട് അവിടെ വെച്ച് സംസാരിക്കാനൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട്. അത് കാണുന്ന ജിന്നിന് ഇഷ്ടാവുന്നില്ല. കാരണം ജിൻ വൺ സൈഡായി അവളുടെ ഫ്രണ്ടായ ഹാനിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു പെണ്ണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു നിൽക്കാൻ വയ്യാതെ കസ്റ്റമേഴ്സ് കുറെ പേര് വരുന്നുണ്ട്. നീ അങ്ങനെ സംസാരിച്ചിരിക്കാതെ വാ, നമുക്ക് ജോലിയില്ലെന്ന് പറഞ്ഞ് ഹാനിനെ അവിടെ നിന്ന് മാറ്റുന്നു. അവിടെ വെച്ച് ഒരു സീനൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആക്ച്വലി ലൂ മാക്സും ഇവർ 3 പേരും ഫ്രണ്ട്സ് ആയിരുന്ന ആ ഒരു കാലഘട്ടമൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ അന്ന് കഫേയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ജിൻ ഇറങ്ങുന്ന സമയം അവൻ ജിന്നിനെ കാണാനും സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജിൻ ഒരിക്കലും അവനോട് ഇവർക്കിടയിൽ മുന്നേ നടന്ന പ്രശ്നങ്ങളുടെ പേരിൽ അതൊക്കെ മറന്ന് പെരുമാറാനായി തയ്യാറല്ല. അവൾ നന്നായി ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ അവനോട് മാത്രം ഇത്രയും കാര്യം, അന്ന് അവന് സംഭവിച്ചത് മറിച്ച് എനിക്കായിരുന്നു സംഭവിച്ചതെങ്കിൽ നീ ഇതേപോലെ ഒരു അടുപ്പം എന്നോട് കാണിക്കുമായിരുന്നോ, നിനക്ക് എന്നോട് സിമ്പതിയും ഇഷ്ടവും ഒക്കെ തോന്നിയായിരുന്നു എന്നല്ല ലൂമാക്സ് ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടി പറയാതെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് അവനോട് ദേഷ്യപ്പെട്ടു പോകുന്നു. എന്തായാലും ലൂമാക്സിനെ ഇപ്പൊ കണ്ടതിന് ശേഷം ഹാൻ വീണ്ടും ഡിസ്റ്റർബ്ഡ് ആണ്. പണ്ടത്തെ കാര്യങ്ങൾ അവനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്ന ജിൻ അവനെ മാക്സിമം കൂളാക്കി എടുക്കാനായി നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവന്റെ പുറകെ തന്നെ അവനെ കൂടുതലായി ശ്രദ്ധിച്ച് നടക്കുമ്പോൾ ഹാനെ കാണാനായി വരുന്ന സാനിയോങ് ഇതൊക്കെ കാണുന്നു. അവൾക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ഇവർക്കിടയിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പോലും അവൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സാനിയോങ് അതിന്റെ പേരിൽ സങ്കടത്തിലാവുമ്പോൾ മാക്സ് ആണ് അവളെ സമാധാനിപ്പിക്കുന്നത്. അല്ല, നിനക്ക് ഒരു പയ്യനെ ഇഷ്ടമാണെങ്കിൽ അവന് കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നീ അതും ഇതും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് നീ ആവശ്യപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ പോലും നീ ഇപ്പൊ പുറകെ നടക്കുന്ന ഈ ഹാനിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിനക്കിത് എന്തിന്റെ കേടാണെന്നില്ല അവൻ ചോദിക്കുമ്പോൾ അതൊന്നും അവളുടെ തലയിൽ കയറുന്നില്ല. അവൾക്ക് ഹാനിനെ കണ്ടപ്പോൾ അവനെ കാണാനുള്ള ഭംഗി വെച്ച് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോഴും അവൾ മാക്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവന് തന്നോടുള്ള താല്പര്യം കൊണ്ടാണ്, അതിന്റെ പേരിൽ അസൂയ പിടിച്ചിട്ടാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. സത്യം പറഞ്ഞാല് പിന്നീട് അങ്ങോട്ട് ഒരു മത്സരമായിരുന്നു സന്യോങ്ങും ജിന്നും തമ്മിൽ. അവർ രണ്ടുപേരും മത്സരിച്ച് ഹാനിനെ കെയർ ചെയ്യുകയും ഹാനിനോട് സംസാരിക്കുകയും അവനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നോക്കുകയും അങ്ങനെ ഭയങ്കര മത്സരം. ഹാനിന്റെ മുന്നിൽ ആള് കളിക്കാനായി രണ്ടുപേരും ഗെയിം കളിക്കുകയും അങ്ങനെ ഗെയിം കളിച്ച് ഒടുക്കം ആ ഒരു ഗെയിമിന്റെ ലഹരിയിൽ ഇവർ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്നതുപോലും പറഞ്ഞ ഇടയ്ക്ക് ഫ്രണ്ട്സ് ആവുന്ന കണക്ക് പോകുമ്പോഴാണ് നമ്മള് ഹാനിനെ കാണിക്കാനായി മത്സരിക്കുകയായിരുന്നല്ലോ എന്ന കാര്യം ഓർമ്മ വരുന്നത്. ഉടനെ രണ്ടുപേരും വീണ്ടും ശത്രുക്കളെ പോലെ മത്സരിച്ച് കളിക്കുന്നു. അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കാനായി പോകുമ്പോൾ മത്സരിച്ച് ഹാനിന് ഊട്ടി കൊടുക്കാനായി നോക്കി ഒടുക്കം ഹാനിനെ സ്വൈരക്കേട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇവരൊന്നിച്ച് ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ അതൊക്കെ കാണുന്ന ലൂ മാക്സിന് അവൻ അപ്പോഴത്തെ ആ ഒരു ഇതില് പണ്ട് എന്തൊക്കെയോ തെറ്റുകൾ ഫ്രണ്ട്സ് ആയിരുന്നിട്ടും ഹാനിനോട്
കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഇപ്പൊ നല്ല കുറ്റബോധമുണ്ട്. കാരണം അവന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്ത പ്രവർത്തികൾ അത്ര പെട്ടെന്ന് അങ്ങനെ മായ്ച്ചു കളയാനായി സാധിക്കില്ലല്ലോ. അങ്ങനെ അവൻ ഈ ഫോട്ടോസ് കണ്ടിരിക്കുന്ന അതേപോലെ തന്നെ അവന്റെ കൂടെ നിന്ന് ഹാനിനൊക്കെ ബുള്ളി ചെയ്യാനായി മുൻകൈ എടുത്തിരുന്ന കുറച്ച് പയ്യന്മാരുണ്ടല്ലോ, അവന്മാർക്ക് ഇപ്പോഴും ഹാനിനെ കണ്ണിൽ കണ്ടൂടാ. ഹാൻ ജോലി ചെയ്യുന്ന കഫേയിൽ തക്കം കെട്ടിയാൽ പോയി പ്രശ്നം ഉണ്ടാക്കാനൊക്കെ നോക്കാറുണ്ട്. ഈ പോസ്റ്റ് കണ്ടപാടെ അവന്മാർ അങ്ങോട്ടേക്ക് ചെന്ന് ഹാന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാനായി നോക്കുന്നു. ഹാൻ ആണെങ്കിൽ അവന്റെ മനസ്സിൽ ഇപ്പോഴും അവന്റെ ഫ്രണ്ട്സ് ആയിരുന്ന ആളുകൾ തന്നെ അവനോട് ചതി ചെയ്തതിന്റെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയതിന്റെ ഒക്കെ പേരിൽ ഭയങ്കര സങ്കടം ഉള്ളതുകൊണ്ട് അവൻ പല ഡിപ്രഷൻ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തോ മനസ്സ് കുറച്ച് റിലാക്സ്ഡ് ആയി തോന്നി. അവൻ അതൊന്നും കഴിക്കാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് കരുതിയെങ്കിലും ഇവന്മാര് വന്ന് പ്രശ്നം ഉണ്ടാക്കാനായി നോക്കാണ്. ഇപ്പൊ തന്റെ കൂട്ടുകാരായിട്ടുള്ള അവന്മാര് ഹാനിന്റെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്ന കാര്യം അറിഞ്ഞ് ലൂമാക്സ് അങ്ങോട്ടേക്ക് തടയാനായി ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവന്മാരെ ജിൻ തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാനിന് ഒരു പ്രശ്നം വരുന്നെന്ന് കണ്ടപ്പോ രക്ഷപ്പെടുത്താനായി വേഗം അങ്ങോട്ടേക്ക് പുറപ്പെട്ട ലൂമാക്സ് മുന്നിലേക്ക് ചെല്ലാതെ അവിടെ നിന്ന് മാറിപ്പോകുന്നു. അതുമാത്രമല്ല, ഹാനിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നെന്ന് തോന്നിയപ്പോ സന്യൂങ്ങും ജിന്നും ഇവിടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നവന്മാർക്കെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ജോലിക്ക് കഫേയിലേക്ക് പോകുമ്പോൾ അന്ന് അവിടെ ജിൻ ഉണ്ടായിരുന്നില്ല. തുടർന്ന് സാധനങ്ങൾ എടുക്കാനായി ഓണർ പറഞ്ഞത് പ്രകാരം സ്റ്റോർ റൂമിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനിൽ ഹാൻ വരുന്നു. ഹാൻ ഇങ്ങനെ സ്റ്റോർ റൂമിലേക്ക് പോവാറേയില്ല. കാരണം അവന് അത് വലിയ ട്രോമയാണ്. മുന്നേ അവനെ ബുള്ളി ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, ആ സമയത്ത് സ്റ്റോർ റൂമിലിട്ട് അടച്ച് അവൻ അന്ന് അവിടെ ബോധം കെട്ടൊക്കെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോർ റൂമിലും അവൻ പോകാറില്ല. എപ്പോഴും ജിന്നാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകാറുള്ളത്. പക്ഷെ ഇന്ന് പോയേ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവൻ വരുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് മനസ്സിന് ധൈര്യം നൽകി പോകുന്നുണ്ടെങ്കിലും അവിടെ അവൻ അകത്ത് കയറി കഴിഞ്ഞ ഉടനെ ഡോറ് ക്ലോസ് ആവുന്നു. ആ സമയത്ത് അന്ന് നടന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ അവൻ ഓർത്തെടുക്കാണ്. അപ്പോഴേക്കും അവനെ അവിടെ ബോധം കെട്ട നിലയിൽ കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ജിന്നാണ് അവനെ സേഫ് ആയി കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആക്ച്വലി ഓണർക്ക് അറിയില്ലായിരുന്നു ഇവനിങ്ങനെ സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന കാര്യം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അത് അറിയാതെയാണ് അവനെ അങ്ങോട്ടേ പറഞ്ഞു വിട്ടത്. എടാ, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ പറയണ്ടേ, അല്ലാണ്ട് ഞാൻ എങ്ങനെ അറിയാനാണെന്നല്ല. ഓണർ ചോദിക്കുമ്പോ ഇല്ല, എത്ര നാൾ ഈ പേടിയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റും? ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഇൻസിഡന്റ് അവിടെ നടന്നു. അതുകൊണ്ട് എനിക്ക് സ്റ്റോർ റൂം എന്ന് കേൾക്കുന്നതേ പേടിയാണ്. എന്നാലും അത് മാറ്റിയെടുക്കണമെന്ന് ഉള്ളിലൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണെന്ന് അവനും പറയുന്നുണ്ട്. അടുത്ത ദിവസം ഹാനിനെ കണ്ട് തന്റെ മനസ്സിലുള്ള ഇഷ്ടം ഓപ്പണായി പറയാനായി സന്യോങ് തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ അവനെ കണ്ട് സംസാരിക്കുന്ന ഈ ഒരു സമയം തന്നെ ജിന്നിനെ കാണാനായി ലൂമാക്സ് വന്നിരുന്നു. എനിക്ക് നിന്നെ പണ്ട് മുതലേ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നീ കൂടുതൽ കെയർ കാണിച്ചിരുന്നത് ഹാനിനോടാണോ എന്ന ഇഷ്ടക്കേട് മൂലമാണ് ഞാൻ അവനെ അന്ന് അങ്ങനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. നിന്നോടുള്ള ഇഷ്ടക്കൂടുതലാണ് അവനോടുള്ള സൗഹൃദം പോലും മറന്ന് അവനെ അങ്ങ് അപായപ്പെടുത്താനായി എന്നെ പ്രേരിപ്പിച്ചതെന്നല്ല ലൂമാക്സ് പറയുമ്പോ, നീ അന്ന് അവനോട് അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ അവനെ തന്നെ ഇഷ്ടപ്പെടുമായിരുന്നുള്ളൂ. കാരണം നമ്മൾ 3 പേരും ഒരു ഗ്യാങ് ആയി ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു സ്കൂൾ കാലഘട്ടത്തില് എനിക്ക് നീ ഒരു സുഹൃത്ത് മാത്രമായിരുന്നു. മറിച്ച് അവനോടായിരുന്നു എനിക്ക് പ്രണയം തോന്നിയിരുന്നത്. നീ വെറുതെ മനസ്സിൽ ഓരോന്നും കൊണ്ടു നടക്കണ്ട. എനിക്ക് അവനോട് പണ്ടേ ഇഷ്ടമായിരുന്നു, അല്ലാതെ പെട്ടെന്ന് ഒരു സോഫ്റ്റ് കോർണറിന് പുറത്തുണ്ടായ ഇഷ്ടമൊന്നും അല്ലാന്ന് ഒരിക്കലും അതേ ഇഷ്ടം ലൂമാക്സിനോട് തോന്നില്ലാന്നും ജിൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ ടീം തന്നെ പ്രപ്പോസ് ചെയ്ത സന്യോങ്ങിനോട് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം അവന് തിരിച്ചുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും തന്നെ അവൻ സംസാരിക്കുന്നില്ല. മറിച്ച് അവളെപ്പോഴും ഇവനെന്തെപ്പോഴും വളരെ ഗ്ലൂമി ആയി നടക്കാറുള്ളത്, ആരാന്ന ഒരു കഫേയിൽ വന്ന പയ്യൻ, എന്താണ് ആ ഫ്രണ്ടുമായിട്ട് ഇവനുള്ള പ്രശ്നം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവനോട് ചോദിക്കാറുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഇന്ന് ഹാൻ നൽകുന്നുണ്ട്. അന്നാകട്ടെ സംസാരിച്ചു കഴിഞ്ഞ് ജിൻ ഇപ്പൊ വരാന്ന് പറഞ്ഞൊന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. മുകളിൽ നിലയിൽ ഇരുന്നാണ് ഓണറും ജിയും ഹാനും സംസാരിച്ചിരുന്നത്. അങ്ങനെ ജിൻ പോയ ശേഷം, എടാ, നിന്നെ അവൾക്ക് വലിയ ഇഷ്ടാ, നീ അത് മനസ്സിലാവാഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ, മനസ്സിലായിട്ട് മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നതാണോ? ഈ ഇഷ്ടമൊക്കെ ഇങ്ങോട്ട് കിട്ടുമ്പോ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണെന്നല്ല ഓണർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഹാൻ ജിന്നിനെ അന്വേഷിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ജിന്നില്ല. മാക്സിനോട് എവിടെ ജിന്നെന്ന് ചോദിക്കുമ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങി പോയെന്ന് മാക്സും പറയുന്നുണ്ട്. അത് കേട്ട് അവൻ പുറത്തെത്തി അവളെ നോക്കുമ്പോഴേക്കും മാറി നിന്ന് ലൂമാക്സും ജിന്നും സംസാരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഹാൻ കാണുന്നത്. ഇവരെന്താണ് സംസാരിക്കുന്നത് എന്നറിയാനായി അവൻ അവിടെ മറിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയം, മുന്നേ ഒന്നിച്ച് പഠിച്ചിരുന്ന ഒരു സമയത്ത് ലൂമാക്സ് ഹാനിനെ ശത്രുവായി കാണാൻ തുടങ്ങിയ ശേഷം ലൂമാക്സിനെ ഹാനിനെ ബുള്ളി ചെയ്യാനൊക്കെ സഹായിച്ച പയ്യന്മാര് കഴിഞ്ഞ ദിവസം ഹാനിനെ ഉപദ്രവിക്കാനായി നോക്കിയപ്പോൾ അതറിഞ്ഞ് ലൂമാക്സ് തടയാൻ ശ്രമിച്ചിരുന്നല്ലോ. ആ കാര്യങ്ങളെ പറ്റിയെല്ലാം അവനിപ്പോ ജിന്നിനോട് പറയുമ്പോ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് നീ നന്നായി നിന്നും ഞാൻ കരുതുന്നില്ല. അത്ര പെട്ടെന്ന് നിനക്ക് നീ ചെയ്ത ദ്രോഹങ്ങളൊക്കെ മറന്ന് നന്നാകാൻ കഴിയുമെന്നല്ല ജിൻ അങ്ങനെ ചോദിക്കുന്ന ഈ ഒരു സമയം അവിടെ ഹാൻ മാറി നിൽക്കുന്ന കാഴ്ച ഇവർ കാണുന്നുണ്ട്. തുടർന്ന് ഹാനിനോട് തനിയെ സംസാരിക്കാനായി ലൂമാക്സ് പോകുന്നു. ഇവരിങ്ങനെ മാറിയിരുന്ന് സംസാരിക്കുമ്പോൾ ജിന്നിന് നല്ല ടെൻഷനുണ്ട്. ഹാനിനെ വീണ്ടും അപ്സെറ്റ് ആക്കുന്ന കണക്ക് വല്ലതും ആയിരിക്കുമോ അവൻ സംസാരിക്കുന്നത് എന്നെല്ലാം. അതുകൊണ്ട് തന്നെ അവൾ മാറിയിരുന്ന് ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിരിക്കുകയാണ്. ഹാനിനോട് ലൂമാക്സ് അവൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുമ്പോൾ പക്ഷെ ഹാൻ അത് സ്വീകരിക്കാനായി തയ്യാറാവുന്നില്ല. കാരണം അത്രയേറെ ലൂമാക്സിനെ നല്ല സുഹൃത്തായി കണ്ട ഹാനിനെ അവൻ വിഷമിപ്പിച്ചിട്ടുണ്ട്. ജിന്നിനോട് അവനൊരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞ് ഹാൻ പലപ്പോഴും ജിൻ അവനോട് അടുപ്പം കാണിക്കുമ്പോൾ പോലും അവളോട് തിരിച്ച് അവനൊരു ഇഷ്ടം ഉണ്ടായിട്ടും ലൂമാക്സിന്
വേണ്ടി തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും തന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന സങ്കടമായിരുന്നു അവനുണ്ടായിരുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയം അധികം വൈകാതെ തന്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയണമെന്ന് തന്നെ തീരുമാനിച്ച് ജിൻ ആ കാര്യങ്ങൾ പറയുമ്പോൾ ഹാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ലൈഫ് ഇവിടെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായെന്നറിഞ്ഞ് ലൂമാക്സിന്റെ ഫ്രണ്ട്സ് ജിന്നിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ജിന്നിന് എന്ത് പറ്റിയെന്നറിയാതെ എപ്പോഴും ജോലിക്ക് കറക്റ്റ് സമയത്ത് വരാറുള്ള അവൾ അന്ന് കഫേയിൽ വരാതാകുമ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാതാകുമ്പോഴും ഒക്കെ ടെൻഷൻ ആവുന്ന ഹാൻ അവളെ അന്വേഷിച്ച് നേരെ ചെല്ലുന്നത് ലൂമാക്സിന്റെ അടുത്തേക്കാണ്. അവനറിയാം എന്താണ് ജിന്നിന് സംഭവിച്ചതെന്ന്. വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ എന്നെ ഒരു വില്ലനായി കാണുന്നത് കൊണ്ട് തന്നെ ഇത് പറയാതിരിക്കായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങൾ എന്നെ കരുതുന്ന പോലെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഒന്നും അല്ല. ജിന്നിനെ എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ഞാനൊരു തെറ്റ് ചെയ്തു. അത് നിന്നോട് വലിയൊരു തെറ്റ് ഞാൻ ചെയ്തു എന്നത് സത്യമാണ്. അല്ലാതെ ആരെയും ഉപദ്രവിക്കണം എന്ന് എനിക്ക് ഒരു ലക്ഷ്യമില്ല എന്ന് പറയുന്ന അവൻ തന്റെ ഫ്രണ്ട്സ് ജിന്നിനെ കൂട്ടിക്കൊണ്ടു പോയ കാര്യം ഹാനിനോട് പറയുകയും ഹാന്റെ ഒപ്പം അവിടെ ചെന്ന് ഫ്രണ്ട്സിനെ എതിർത്ത് ജിന്നിനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായി സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഹാനിന്റെയും ജിന്നിന്റെയും കാര്യം അറിഞ്ഞ സന്യോങ്ങും അവളെ ഇഷ്ടപ്പെടുന്ന മാക്സിനെ തന്നെ കൺസിഡർ ചെയ്യാനായി തയ്യാറാകുന്നു. അങ്ങനെ അവരും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. തുടർന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി ഹാനിന്റെയും ജിന്നിന്റെയും നല്ല സുഹൃത്തായി ലൂമാക്സും ഇപ്പൊ അവരുടെ കൂടെയുണ്ട്. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവന് വ്യക്തമായി മനസ്സിലായിരുന്നു. അവന് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ ഇഷ്ടം പിടിച്ചെടുക്കാൻ സാധിക്കാതെ ആയപ്പോ ദേഷ്യത്തിന് പുറത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകൾ ബോധ്യപ്പെട്ടവൻ ഇനി ഒരിക്കലും അതൊന്നും ആവർത്തിക്കില്ല. അവൻ ജിന്നിനെയും ഹാനിനെയും ഹാപ്പിയായി കാണാനായിട്ടാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ആയി എല്ലാവരും ഹാപ്പിയായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.